ദേ വീണ്ടും വിദേശത്ത് സെറ്റിലായ ഫാമിലിയുടെ ഫുൾ ഫർണിച്ചർ അടക്കമുള്ള പക്കാ ലുക്കൊരു വീട്. ആവശ്യത്തിന് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ മാങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കിടക്കണ്ട. എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഈ വീടിനൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ പിന്നെ ഏത് വീടിന് ലൈക്ക് അടിക്കണം? ഈ വീട് പണിത് പാലുകാച്ച് കഴിഞ്ഞവർ പോയതാണ്, പിന്നെ വന്നിട്ടില്ല. അപ്പോൾ അവരവിടെ തന്നെ സെറ്റിലായി. അത് കാരണമാണ് ഈ വീട് കൊടുക്കണം. കാരണം ഇവിടെ താമസിക്കാൻ ആളില്ലാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അത് കാരണം ഇതങ്ങോട്ട് വിൽക്കാമെന്ന് തീരുമാനിച്ചത്. ഉണ്ടായത് നാട്ടുമാവാണ്, മറ്റേ ഈ ചപ്പി കുടിക്കണ മാങ്ങയില്ലേ, ചെറിയ മാങ്ങ, നല്ല സ്മെല്ലും ഉണ്ട് ഈ മാങ്ങക്ക്. ഇത് 40 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണം. ഞാനിതിൻ്റെ അകത്തോട്ട് കയറി കാണാം. നല്ല സൗകര്യമുള്ളൊരു വീട്, ആവശ്യത്തിനുള്ള ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതേ ഒരു ഔട്ട് ഹൗസും ഉണ്ട് കേട്ടോ. സർവൻറ്റിനൊക്കെ താമസിക്കാനുള്ള ഒരു ഔട്ട് ഹൗസ് ഇവിടെ തന്നെ ഉണ്ട്. മാങ്ങയൊക്കെ നിലത്താണ് ഉണ്ടാക്കി കിടക്കണ്ട, പറിക്കാനൊന്നും ആരും ഇല്ലാണ്ട് താഴെ കിടക്കണുണ്ട്. എത്ര എണ്ണമാണ് നോക്കി. കാരണം ഇത് പൂട്ടിയിട്ടിട്ട് പോയേക്കണല്ലേ, കാരണം ആരും ഇങ്ങോട്ട് വരവില്ല. പിന്നെ ഇതിൻ്റെ അതോടെ ആർക്കും കയറാനും പറ്റില്ല, ഗേറ്റ് പൂട്ടിയ. അപ്പം അത് കാരണം അതൊക്കെ താഴെ തന്നെ വീണ് കിടക്കും. ഇതേ സിറ്റ് ഔട്ട്, നേരെ കയറി ചെല്ലണ ലിവിങ് ഏരിയ. ഈ കാരണം ഫർണിച്ചറെല്ലാം അടക്കമുണ്ട. ഒരുപാട് ഫർണിച്ചറൊന്നുമില്ല, എന്നാലും ആവശ്യത്തിനുള്ള ഫർണിച്ചറും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസാണ് ഈ വീടിനുള്ളത്. ഫ്ലോറ് കംപ്ലീറ്റ് ഗ്രാനൈറ്റാണ് താഴത്തും മുകളിലും. ഇത് ഡൈനിങ് ഹാളിൻ്റെയൊക്കെ ഒരു വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ. കാരണം ഇവിടെ ആവശ്യത്തിനുള്ള സെറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതൊരു ക്രിസ്ത്യൻസിൻ്റെ വീടാണ്ടാണ് രൂപവും കാര്യങ്ങളെല്ലാം ഇരിക്കണത്. ടി വി മാത്രം ഇത്തിരി ചെറുതായിപ്പോയി. കാരണം ഈ വീടിൻ്റെ വലിപ്പത്തിലുള്ള ടി വിയിലുണ്ട. ഡൈനിങ് ടേബിൾ സെറ്റൊക്കെ കണ്ട, നല്ല ക്വാളിറ്റി ഉള്ള ഡൈനിങ് ടേബിൾ സെറ്റാണ് കേട്ടോ. ഇത് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, അപ്പുറത്ത് കിച്ചൺ, ഇത് വാഷ് കൗണ്ടർ ഏരിയ. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ബാക്കിലൊരു സിറ്റ് ഔട്ട് പോലെ കാണിച്ചു തന്നില്ലേ, അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു വഴിയാണ്. ഇത് വാഷ് കൗണ്ടർ ഏരിയയുടെയൊക്കെ ഒരു ലുക്ക് കണ്ട, എന്താ ഒരു ലുക്കല്ലേ. നോക്കി ആ ഒരു അറ്റത്തു നിന്ന് തുടങ്ങി ഇങ്ങോട്ട് തുടങ്ങാം. കാരണം ഒരു മൂലക്കെന്ന് ചെയ്തു തന്നെയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരരികു പിടിച്ച് ഇങ്ങനെ കണ്ടുപോരാ, ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഉണ്ട് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 2 സൈഡിലുണ്ട് കബോർഡ്. പിന്നെ ഇത് ഡ്രസ്സിങ് ടേബിൾ വേറെ സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് സെറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഇതൊക്കെ പഴയതായതുകൊണ്ടേ. ഇതുണ്ട് ബാത്ത് ടബ് വരെ ഉണ്ട്, വലിയ ബാത്റൂം. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം പോയി കാണാം. രണ്ടാമത്തെ ബെഡ്റൂം കാണണം, കിച്ചൺ കാണണം, സെക്കൻഡ് കിച്ചൺ കാണണം, വർക്ക് ഏരിയ കാണണം. വർക്ക് ഏരിയയുടെയൊക്കെ ഒരു വലിപ്പം നിങ്ങൾ കണ്ടോട്ടാ, നല്ല സൗകര്യമുള്ളൊരു വർക്ക് ഏരിയ. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം നോക്കി. ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഡ്രസ്സിങ് ഏരിയയിൽ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല, അത് കബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് അതിൻ്റെ ബാത്റൂം. ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവർ ഇതിൻ്റെ കയറി താമസമൊക്കെ കഴിഞ്ഞ് പോയതാണ്, പിന്നെ വന്നിട്ടേ ഇല്ല നാട്ടിലോട്ട്. അപ്പോൾ ഇത് വന്ന് തൂത്ത് തുടച്ചൊക്കെ ക്ലീൻ ചെയ്തിടും പണിക്കാർ, അല്ലാണ്ട് വേറെ ഒരു കാര്യവുമില്ല. കാരണം ഇവരെ തറവാട് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആരെങ്കിലും വന്ന് ക്ലീൻ ചെയ്തിടണം. കണ്ടോ കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി, നല്ല വലിപ്പമുള്ള കിച്ചൺ. കണ്ടോ എങ്ങനെ വേണമെങ്കിലും ഓടി നടന്ന് പണിയെടുക്കാം, അത്രയും വലിപ്പമുണ്ട്. ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതേ സെക്കൻഡ് കിച്ചൺ. ഇതേ ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട്. കാരണം നമുക്ക് റഫ്യൂസിനുള്ള കാര്യങ്ങൾ, ചിമ്മിണി വരെ ഉണ്ട്. അപ്പോൾ അത് കാരണം പുക ഇങ്ങോട്ട് വരുമെന്നുള്ള പേടി വേണ്ട. ഇനി തീ കത്തിക്കണമെങ്കിൽ ഇവിടെ സെക്കൻഡ് കിച്ചൺ വേറെ ഉണ്ട്. സെക്കൻഡ് അല്ല, തേർഡ് കിച്ചൺ, വർക്കിംഗ് സ്പേസ് കണ്ടോ. അതും നല്ല വലിപ്പമുള്ളത് കണ്ടോ. ബാക്കിലൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. കണ്ടോ മാവും കാര്യങ്ങളൊക്കെ നിൽക്കണം. ഞാനിത് ചുറ്റി നടന്ന് കാണിക്കാൻ ഞാൻ, കാരണം ഒരുപാട് ടൈമാവും. ഒന്നാമത്തെ ആൾക്കാർക്കൊന്നും ഇത് കാണാനുള്ള സമയം പോലും ഇല്ല മൊത്തം. അപ്പോൾ ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലി ടൗണിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറി തുറവൂരടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത്.
ഇത് 40 സെൻറ്റ് സ്ഥലവും 4300 സ്ക്വയർ ഫീറ്റ് 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള വീടാണ്. 5 ബെഡ്റൂമുണ്ട്, 5 ബെഡ്റൂം അറ്റാച്ച്ഡാണ്, ഫുൾ ഫർണിച്ചർ അടക്കം. ഈ വീടിന് ചോദിക്കണ വില 2,90,00,000 രൂപയാണ്. അത് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആകോട്ടാ. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ദേ ഇനി കണ്ടിട്ടാ, മുകളിലാണ്, താഴത്തെ 2 ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമുമാണ്. നമുക്ക് ബെഡ്റൂം ഇതൊക്കെ ഞാൻ കാണിച്ചിരുതേ. മുകളിലെ ബെഡ്റൂമൊക്കെ നല്ല വലിപ്പം ഉണ്ടാകണ്ട, നല്ല സ്പേസുള്ള ബെഡ്റൂമാണ് മുകളിലുള്ളത്. AC കാര്യങ്ങളെല്ലാം വേണ്ടട്ടാ. നിങ്ങളൊന്നും വാങ്ങിക്കണ്ട. അത്യാവശ്യം ഇതൊന്ന് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു. ഇതൊക്കെ ഒന്ന് നല്ല വൈറ്റൊക്കെ അടിച്ച് നല്ല സെറ്റാക്കി കയറണമെങ്കിലല്ല വീട് കാണാൻ വേറെ ലുക്കായിരിക്കുള്ളൂ. പിന്നെ ബാത്റൂമിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, കാരണം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആ വക കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട. എന്താ, നേരെ ഒരു ബെഡ്റൂം ഉണ്ട്, നമുക്ക് ഈ അറ്റം ഇത് അങ്ങോട്ട് കറങ്ങി വരാം, ഒരറ്റത്തിൽ നിന്ന് തുടങ്ങി തീർത്ത് വരാം. പിന്നെ ബാൽക്കണി കാര്യങ്ങൾ എല്ലാം ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. രണ്ടാമത്തെ ബെഡ്റൂമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം 1.5 ബെഡ്റൂമാണ്. 4300 സ്ക്വയർ ഫീറ്റ്, 5 അറ്റാച്ച്ഡ് ബെഡ്റൂം, ലിവിങ് ഏരിയ, ഹാള്, സിറ്റ് ഔട്ട്, ബാൽക്കണി, കിച്ചൺ, സെക്കൻഡ് കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ എല്ലാവിധ സൗകര്യവും ഉണ്ട്. ബാത്റൂമിൻ്റെയൊക്കെ വലിപ്പം കണ്ട, എല്ലാത്തിലും ടബ് കാര്യങ്ങൾ എല്ലാം സെറ്റാണ്. കാരണം സ്വന്തം ആവശ്യത്തിന് പണിതേക്കണ കാരണേ നല്ല ക്വാളിറ്റിയാണ്. ഈ വീടിന് വെറും 9 വർഷം പഴക്കമുണ്ടട്ടാ. 9 വർഷം പഴക്കമുണ്ടെന്നുള്ളൊരു പൊട്ടുക ഒരു കംപ്ലൈൻറ്റും ഇല്ല. കാരണം അത്രയും കാശ് മുടക്കി പണിതൊരു വീടാണ്. മണലും സിമെൻറ്റും മാത്രം, മണലും ചുടുകട്ടയൊക്കെ, കാരണം എംസാൻഡും ബീസാൻഡും ഒന്നും കണ്ടിട്ടേ ഇല്ല. അത്രയും കാശ് മുടക്കി പണിതേന്. ഇതേ 5ാമത്തെ ബെഡ്റൂം, അതിൻ്റെ ബാത്റൂം ഉണ്ട്. 10 വർഷം മുമ്പുള്ള മോഡലാണിത്. നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ നിങ്ങളുടെ സൗകര്യം പോലെ. ഇപ്പം ഇതെന്തായാലും ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ശരിക്കും ഇതൊന്ന് പെയിൻറ്റ് ചെയ്ത് കളർ മാറ്റണമെന്നുണ്ട്. കാരണം ഈ കളറൊക്കെ മാറ്റി നല്ല ലൈറ്റ് കളറാക്കി കഴിഞ്ഞാണെങ്കിൽ നല്ല വെട്ടവും വെളിച്ചവും വരും, നല്ല ലുക്കും ആകും. ബാൽക്കണിയൊക്കെ ഉണ്ട, ചുറ്റുപാടൊക്കെ നല്ല നല്ല വീടുകളുണ്ടോ ഉണ്ടോ. ഈ ഒരു ഏരിയയിൽ സെൻറ്റിന് 6 ലക്ഷം രൂപയോളം വിലയുണ്ട് കേട്ടോ. കാരണം ജംഗ്ഷന് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത് തന്നെ ജംഗ്ഷനാണ്. കൂടി വന്നൊരു 300-350 മീറ്റർ ഉണ്ടാവുള്ളൂ. എല്ലാവിധ സൗകര്യവും, എല്ലാ സൗകര്യവും ജംഗ്ഷനിലുണ്ടെന്നുള്ളത്. സകല കാര്യങ്ങളും വാങ്ങിക്കാനും എല്ലാം കിട്ടും. അത് നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല ഏരിയയാണെന്ന്, എത്ര നല്ല വീടാണ് എല്ലാം. കാരണം ഇപ്പം ഇത് സൂക്ഷിക്കാണ്ട് ഇട്ടേക്കണതിൻ്റെ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് തുണി അലക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉള്ളത് കണ്ടോ. തൊട്ടിപ്പുറത്ത് വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ തുണി അലക്കാനുള്ള ഒരു അലക്കി ഉണക്കാനിടാനുള്ളൊരു ഏരിയയാണിത്. ഞാൻ നിങ്ങൾ ആ ജംഗ്ഷൻ കാണിച്ചു തരാം. ഈ ചന്ദ്രപുരം എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കണ്ട വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വേണ്ട. ഇതാണ് ജംഗ്ഷൻ കണ്ട, എത്ര വലിയ ജംഗ്ഷനാണെന്ന് നോക്കി. എല്ലാവിധ സൗകര്യം ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ജംഗ്ഷനിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വീട് സ്ഥിതി ചെയ്യണം. ഇവിടെ സെൻറ്റിന് 6 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഭയങ്കര ലാഭമാണ് ഇത്രയും വില കുറവിന് കിട്ടണതുകൊണ്ട്.